ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസം ഓരോരോ സലാം പറച്ചിലും ഒക്കെയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വീഡിയോ കാണട്ടെ വിചാരിച്ചിക്കാണ്ട് ഇങ്ങോട്ട് തള്ളി മറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണല്ലേ. അപ്പോൾ ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിനി കേട്ടോ. അരി ഇന്നലെ 10 മണിക്കാണ് നമ്മൾ അരച്ച് വെച്ചത് രാത്രി. അപ്പോൾ നോക്കുകയാണ് നിങ്ങൾ, നമ്മളെ മാവ് ഇങ്ങോട്ട് ഒരു ബൗസായിട്ടില്ല. ഇന്ന് അതേമാതിരി തന്നെ ഈ കാരം അപ്പോൾ ഒരു ബൗസും ഉണ്ടാവില്ല കേട്ടോ. ഏതായാലും നമുക്ക് ചായക്ക് വെള്ളം വെക്കുക. ഇനിയിപ്പം മാവ് ബൗസായി എഴുതിയിട്ട് ഇപ്പം ഇനി കളയാൻ പറ്റില്ലല്ലോ, അരച്ച് വെച്ചില്ലേ. ഏതായാലും നമുക്ക് ചുട്ട് നോക്കാം. നന്നാവുമല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ചൂടാം. ഇനിയിപ്പോൾ നന്നായിട്ടില്ലെങ്കിൽ ഇപ്പം എത്തപ്പോൾ കാട്ടണേ, കളയാൻ പറ്റും ഇപ്പം അത് അല്ലേ. അപ്പം അങ്ങനെ ഏതായാലും ഞാൻ വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുക്കണ്ടേ നമ്മൾ അടുപ്പിൽ നിന്ന് കേട്ടോ. ഇനി നമുക്ക് വിറകൊക്കെ വെച്ചു, ഓലക്കൊടിയൊക്കെ വെച്ചു, തീപ്പെട്ടിയൊക്കെ ഉരച്ച് തിജ്ജൊക്കെ ഒന്ന് കത്തിച്ച് നമ്മളെ തിജ്ജൊന്ന് പിടിപ്പിച്ചാൽ എന്നിട്ട് നമ്മളെ അപ്പച്ചട്ടി ഒന്ന് വെച്ചെടുക്കാം, ചൂടാകട്ടെ. അപ്പോൾ ഇതാക്കണേ, തിജ്ജൊക്കെ ഒന്ന് കത്തി വന്നിക്കണം കേട്ടോ. ഇനി ആ ഓലക്കൊടിമ കത്തി പിടിച്ചാൽ പിന്നെ എളുപ്പമുണ്ട് കേട്ടോ കത്താൻ. ഇതവിടെ അങ്ങനെ കത്തട്ടെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിലേ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുക്കണോന്ന് അറിയുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റൊക്കെ ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായിക്കണം. എന്താ ചൂടായിൻ്റെ ആവി ഇങ്ങനെ പറക്കണുണ്ട്. ഞങ്ങൾ എണ്ണയൊക്കെ തേച്ചു നമ്മളൊന്ന് ചുട്ട് നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പരത്തി കൊടുത്തുക്കണം. എങ്ങനെ ഉണ്ട് ഇല്ലൊക്കെ നമുക്കൊന്ന് ചുടുമ്പോഴറിയാം. ഏതായാലും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കട്ടോ, വേഗട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാക്കണേ, വലിയൊരു കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്ന് ശരിയാകാത്ത മാതിരി ഉണ്ടേനും. നമ്മളെന്നും ചൂടണ അപ്പം പോലെ ഒന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ലാത്ത മാതിരിക്കുണ്ട്. അടമാതിരിയൊന്നും ആയിട്ടില്ല. അടമാതിരി പറഞ്ഞാൽ എങ്ങനെയാണ്, നല്ല ഉറപ്പിൽ അതേമാതിരിക്കൊന്നല്ല കേട്ടോ. നമ്മളപ്പം കുറച്ചൊരു ബൗസ് കമ്മി ഉണ്ട് എന്നുള്ളൂ. ഒരു കുഴവൊക്കെ ഉണ്ട് കേട്ടോ, തിന്നാനും രസമുണ്ട്. ഏതായാലും അപ്പമൊക്കെ നമ്മളങ്ങനെ ചുടുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മളെ ചായക്ക് വെള്ളം വെച്ചിനല്ലോ, അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം ഞാൻ ചായപ്പൊടിയും പഞ്ചാരയും ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തിളച്ചിങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ പണിയൊരുക്കി വെക്കുകയാണ്. ഇനി അതവിടെ കിടന്നങ്ങനെ തിളച്ചോളും. പിന്നെ ഇതാക്കണേ, നമ്മളിപ്പോൾ 2-3 ദിവസമായി. ഇപ്പോൾ കോഴി ഒരു 2-3 പാത്രത്തിൽ ആക്കി വെച്ചിനല്ലോ. 2-3 ദിവസം അയക്കണം. ഇപ്പം ഇനി ഒരു പാത്രം കൂടി ഉണ്ട്, അവിടെയും കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് അതാണ് ചാറ് വെക്കാന്ന് കേട്ടോ വിചാരിച്ചിരിക്കണം. അപ്പത്തേക്കും ചാറ് തന്നെ, ചോറ്റക്കും ചാറ് തന്നെ. രാവിലെ തന്നെ ചാറ് വെച്ചാൽ നല്ല സുഖമാണ്. എന്നാൽ നമുക്ക് ഉച്ചക്ക് പണിയില്ല കേട്ടോ, എളുപ്പം പണി വെച്ചു. അത് നമുക്ക് ഇന്നലെ ഒരു കിട്ടിയ ഐഡിയ ആണ്. പെട്ടെന്ന് രാവിലെ തന്നെ ചാറൊക്കെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പണിയൊരുക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞിനി അതേപോലെ തന്നെ ഇന്നും അതേപോലെ തന്നെയാണ് കേട്ടോ. ചോറും കൂട്ടാനൊക്കെ പെട്ടെന്ന് അയക്കണേ. ഇന്നും തന്നെ നമ്മളതൊരു 10:30 മണിയായപ്പോഴത്തേന് എല്ലാ പണിയും കഴിഞ്ഞ് 11 മണിയായപ്പോഴത്തേന് കുളിച്ച് കയറി നമ്മൾ. അത്രക്കും ഉസാറേനി 2 ദിവസം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട ആൾ തന്നെയാണ് അവന്നും കണിയുണ്ടിരിക്കുന്നത്, നമുക്കറിയില്ല. ഇന്നലെ ഇപ്പം അതിനാരെ കണ്ടെന്ന് ഓർമ്മ ഉണ്ടേ. ഏതായാലും ഞാൻ നമ്മളെ ഉള്ളി വാട്ടാതെ ഇട്ട് വെച്ചിരിക്കണത്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി, കരിവേപ്പിൻ്റെ ഇല ഒക്കെ പാടിട്ട് കലക്കിയതാണ്. എന്നിട്ട് കോഴി ഇട്ട് കണ്ട് തീമച്ചു. ഒരൊറ്റ വിസിൽ എന്നാൽ ഓഫാക്കാം. പിന്നെ തേങ്ങ വറുത്തരക്കുകയാണ് കേട്ടോ. കുറേ ദിവസമായിക്കണം വറുത്തരച്ചിട്ട് ചാറുണ്ടാക്കിയിട്ട്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന് പാരയ്ക്ക് ഒരു ഏലക്കായ, ഒരു കറാമ്പൂവ്, ഒരു പട്ടി ഇട്ട് കൊടുത്ത് തേങ്ങയിട്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി ചോന്ത് വരുമ്പോൾ ഞമ്മക്കത് അരക്കാം. അപ്പോൾ കോഴിയൊക്കെ ഒരൊറ്റ വിസിൽ മതിട്ടോ, 2ാം വിസിലിന് വേണ്ട. അങ്ങനെ ആയാൽ നമ്മളെ കോഴിച്ചാറ് കോഴി കൂട്ടാനാവും. അപ്പോൾ ആകെ ഉടഞ്ഞ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതിനൊരൊറ്റ വിസിലാണ് വന്ന് കണ്ട് പിന്നെ ഓഫാക്കിയിട്ടാൽ മതി, അതിൽ കടന്ന് തന്നെ പോകും. പിന്നെ തേങ്ങ വറുത്തപ്പോൾ ഞാൻ എന്താട്ടി
കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളപ്പം വലിയൊരു കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമ്മളെ മക്കൾക്ക് ഏത് ചാറുണ്ടാക്കിയാലും മദ്രസക്ക് പോകുമ്പോൾ നമ്മളെ മക്കൾ പഞ്ചാരയും കൂട്ടിയാൽ തിന്നുക. പിന്നെ വന്നാൽ പള്ളറച്ച് ചാറും പാർന്ന് തിന്നു കേട്ടോ. മദ്രസക്ക് പോകുമ്പോൾ ഒരു കൊമ്മലിയാണ് മക്കൾക്ക്. പിന്നെ ഏതായാലും ഞാൻ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞപ്പം ചോറ്റിനുള്ള തണിയും തീമിട്ടിക്കണ്. പിന്നെ നമ്മളെ തേങ്ങയൊക്കെ ഞാൻ അരച്ച് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ചാറ് തൂമിച്ചാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് കുറച്ച് ജീരുള്ളി ഇട്ട് കരിയേപ്പിൻ്റെ ഇല ഇട്ട് നമുക്ക് അവിടെ തൂമിച്ചെടുക്കട്ടോ. ചാറ് തൂമിച്ചുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ തേങ്ങ പാർന്ന് കൊടുക്കണത്. ഇനിയിപ്പോൾ അതിനായിട്ട് ഇപ്പം ഇനി ഒന്ന് അടുപ്പത്തെക്കാനാവില്ല വിചാരിച്ച്. അപ്പോൾ ചാറ് തൂമിച്ച് പാർന്നു. ഇനി നമുക്ക് നമ്മളെ തേങ്ങയും കൂടി ഒന്ന് പാർന്ന് കൊടുത്താൽ നമ്മൾ ചാറ് സെറ്റായിക്കണം കേട്ടോ. നല്ലൊരു മണമാണ് കേട്ടോ ഈ ചാറ്റിന്. നല്ല ചാതുവാണ്. നമ്മളെ പത്തിരിക്കൊക്കെ ഉണ്ടല്ലോ നല്ലൊരു അടിപൊളി ചാറാണ് കേട്ടോ ഈ ഒരു തേങ്ങ അരച്ച കോഴിച്ചാറ്. ഇവിടെ പത്തിരിയൊക്കെ ചൂടാണെങ്കിൽ നമ്മളെ മക്കൾക്ക് ഈ കോഴിച്ചാറാണ് തിർപ്പതി കേട്ടോ. നമ്മൾ നോലുമ്പിന് ഈ ഒരു കോഴിച്ചാറ് തന്നെയാണ് പത്തിരിക്ക് ഉണ്ടാക്കൽ. ഭയങ്കര തിർപ്പതിയാണ്. ഓൽക്ക് പറ്റുന്ന ചാറൊക്കെയാണ് വെച്ചെങ്കിൽ ഉണ്ടല്ലോ നല്ലോണം തിന്നും. മദ്രസക്ക് പോകുമ്പോൾ ഒരു കൊമ്മലയാണെങ്കിലും മദ്രസ വിട്ടെന്നാൽ 2 3 ഒക്കെ ഈ അപ്പത്തേക്ക് ഇങ്ങനത്തെ ചാറൊക്കെ പാർന്ന് തിന്നു കേട്ടോ. 2 3 തിന്നുകയെന്ന് വെച്ചാൽ ഒന്ന് തിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പിന്നെ തിന്നു. അങ്ങനെ കേട്ടോ 3 ഒറ്റയടിക്കൊന്ന് 3 മക്കൾ തിന്നൂല കേട്ടോ. അങ്ങനെ മക്കളെയൊക്കെ പറഞ്ഞ് വെച്ച് ചായയൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മളെ പയറിൻ്റെ വിളവെടുപ്പാണിന്ന്. മക്കളെ പയർ കണ്ടങ്ങൾ കുറച്ചുണ്ടായിക്കണം കേട്ടോ. പക്ഷേങ്കിൽ അതിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടല്ലോ പുജ്ജ് കുത്തിക്കേ കേട് വന്നിക്കേ എന്തൊക്കെയോ ഒരു കൂറങ്ങേടുണ്ട് നമ്മളെ പയറിന്. വല്ലാത്തൊരു സങ്കടം കേട്ടോ. പയർ പറിച്ചപ്പം ഉണ്ടായപ്പോൾ നല്ല ഊറ്റേനി. പയർ കണ്ടപ്പം ഉണ്ടായപ്പോഴൊക്കെ നല്ല ഊറ്റേനി കേട്ടോ. പക്ഷേങ്കിൽ പയർ പറിച്ചപ്പോൾ ആ ഊറ്റല്ല കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ കുറച്ച് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അത് കുറേ കേടുമുണ്ട്. എന്നാലും വേണ്ടില്ല. നമ്മൾ കുഴിച്ചിട്ടൊരു സാധനത്തിൽ വന്ന് നമുക്ക് പറിച്ചുമ്പോൾ അതിനൊരു സന്തോഷം വേറെ തന്നെയാണല്ലേ. ഇച്ച നല്ല തൃപ്തിയാണ് കേട്ടോ. ഇച്ച നല്ല സന്തോഷമാണ് ഇതിങ്ങനെ പറിച്ചപ്പോൾ. ഏതായാലും ഞാൻ ഇഞ്ഞതൈമ വെച്ചാൽ പറ്റൂല. ഇല്ലതും പുജ്ജ് തിന്നും. നമുക്ക് തിന്നാൻ കിട്ടൂല. അപ്പം കുറച്ച് പുജ്ജും തിന്നോട്ടെ, കുറച്ച് നമ്മളും തിന്നണ്ടേ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് പുജ്ജിനൊടുത്തുകാണ്ട് ബാക്കി നമ്മൾ പറിച്ചെടുത്തിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മളൊക്കെ പറിച്ചെടുത്തിക്കണേ. നമുക്കും വേണ്ടപ്പോൾ നമ്മൾ കുഴിച്ചിട്ട പയറിൻ്റെ ടേസ്റ്റ് അറിയാം. പുജ്ജ് മാത്രം ടേസ്റ്റ് അറിഞ്ഞാൽ മതിയോ? പോരാ, നമുക്കും വേണം അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാം. നമ്മൾ ഇംഗ്ലീഷ് വളമൊന്നും ഇടാതെ നല്ല പച്ച ചാണകമൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം എൻ്റെ മുഖത്തുങ്ങൾ ചീറിയുണ്ടോ? ആ പയർ കിട്ടീൻ്റെ ചീറിയാണ്. കുറച്ച് കേടെന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത് പറിച്ചുമ്പോൾ വലിയൊരു സന്തോഷം ഉണ്ടല്ലോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഏതായാലും കിട്ടിയ പയറും കൊണ്ടുതാ ഞാൻ പോന്നിക്കണേ. കണ്ടങ്ങൾ പയർ കാണാനൊക്കെ നല്ല മൊഞ്ചനൊക്കെയാണ്. പക്ഷെങ്കിൽ അതിൻ്റെ അറ്റത്തണ്ടങ്ങൾ ഒക്കെ നാശമായിക്കണേ. കണ്ടില്ലേ? ഇനി ഞാനിപ്പോൾ അവിടെ പാത്തക്കാൻ പറ്റൂല. അങ്ങനെ നമ്മളതൊക്കെ പറിച്ചിക്കണേ. രണ്ടതൊക്കെ കേടാണ്. ഏതായാലും പയർ നമ്മൾ പറിച്ച് വെച്ചിക്കണം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ചോറൊന്ന് വെക്കണ കുറച്ച് തേങ്ങാച്ചോറാണ് കേട്ടോ. എന്ന് കോഴി വാങ്ങുമ്പോഴും വിചാരിച്ചും തേങ്ങാച്ചോറ് വെക്കണം. അപ്പോൾ പിന്നെ മന്തിയോ കപ്സേ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും. ഇന്നിപ്പോൾ ഏതായാലും നമ്മൾ തേങ്ങാച്ചോറ് തന്നെയാണ് വെക്കാമെന്ന് തീരുമാനിച്ചിരിക്കണം കേട്ടോ. നല്ല വറുത്തരച്ച തേങ്ങാച്ചോറ്റക്ക് പറ്റിയ ചാറും ഉണ്ടല്ലോ, കോഴിച്ചാറ്. അപ്പോൾ പിന്നെ നമ്മൾ ഉലുവയും അരിയൊക്കെ ഇട്ട് കേകി പിന്നെ തേങ്ങയും ജീരുള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിന്. തേങ്ങ ചിരണ്ടിക്കാണ് കേട്ടോ, അരിഞ്ഞ് വെച്ചതല്ല. എന്നിട്ട് ആ അരിയൊക്കെ നല്ലോണം ഒന്ന് കുഴച്ചിക്കണം കേട്ടോ. ഇനി കുറച്ച് വെള്ളം നമ്മൾ അതിനാണ് മുക്കും ഇപ്പോൾ എടുക്കും കേട്ടോ. എന്തിനാ വെച്ചാൽ ഈ റേഷൻ പീടിയത്തെ അരിയല്ലേ, അതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചോറ് വേഗേറും. അപ്പോൾ അതിന് പാകത്തെ വെള്ളം വേണമല്ലോ. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് വെള്ളം പാർന്ന് കൊടുക്കാം. ഏറി കഴിഞ്ഞാൽ ഒന്നും കാട്ടാൻ പറ്റൂല കേട്ടോ. അത് ഇല്ലെങ്കിൽ നമുക്ക് ഈ ചൂടുള്ള വെള്ളമല്ലേ കുറച്ചങ്ങോട്ട് പാർന്ന് കൊടുത്താലും ഒരു കുഴപ്പമില്ല. വെള്ളം ഏറിക്കഴിഞ്ഞാൽ പിന്നെ തേങ്ങാച്ചോറ് തേങ്ങാ പായസമായി മാറും. അപ്പോൾ അതിന് നിൽക്കണ്ട വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം നമ്മളത് മുക്കിയെടുത്തുക്കണം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തുക്കണം കേട്ടോ. ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെക്കാം. ഇനി അതവിടെ കിടന്ന് അങ്ങനെ വെന്തോളും. അപ്പോൾ കുറേ ദിവസമായിക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതിനൊന്ന് ഒരുങ്ങിയത്. അപ്പോൾ കണ്ടില്ലേ നല്ലോണം ഒന്ന് തിളച്ചൊക്കെ വന്നിക്കണ്. ചോറ് വെന്തിട്ടൊന്നുമില്ല കേട്ടോ.
വേകാൻ ഇനിയുണ്ട്. അപ്പോൾ ഈ വെള്ളം പാകമാണ് കേട്ടോ. ഇനി നമുക്ക് വെള്ളം പാരേണ്ടൊന്നും ആവശ്യമില്ല. അത് കറക്റ്റാണ്. നമ്മളൊരു കമ്മട്ടം പറഞ്ഞാൽ അതൊരു കമ്മട്ടം തന്നെ കാരണം നമ്മളൊരു കമ്മട്ടം പാരും അത് കണക്കായി മാറും ചെയ്യും. അങ്ങനെയാണ്. പിന്നെ ഒന്ന് മുക്കാനും വേണ്ട, കുറച്ച് പാരും വേണ്ട, അങ്ങനെയാണ് കേട്ടോ. ഏതായാലും ചോറൊക്കെ വെന്ത് ഞാനിനി അത് മാങ്ങിയേക്കാം. നമ്മളെ കുട്ടിക്ക് കൊണ്ടുപോകുമാണ് കേട്ടോ ജീനുവിന്. ഓൻ ഇന്നും ഉണ്ട് കടയിലേക്ക് പോകണം. അപ്പോൾ ഓനും ചോറുണ്ടാവണം. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചോറ് വെച്ചിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ കണിയേണ്ട ആളെ നമ്മൾ ഇന്നും കണ്ടിക്കണേ. ചോറും കൂട്ടാനൊക്കെ നേരത്തെ ആയി. പിന്നെ പണിയൊന്നുമില്ല കേട്ടോ. നമ്മൾ വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ അകടിച്ചോലും തുടക്കലൊക്കെ ആണ്ട് എടുക്കുക. പിന്നെ മക്കൾക്ക് സ്കൂളൊന്നുമില്ലല്ലോ, തുടച്ചിട്ടും കാര്യമില്ല. ഒരട്ടം തുടച്ച്, രണ്ടട്ടം തുടച്ച്, മൂന്നട്ടം തുടച്ചാലും കജ്ജൂല. അങ്ങനെയാണ് മക്കളുണ്ടായാൽ. ഇല്ലെങ്കിലോ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ വൈകുന്നേരമല്ലേ വരുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ചിക്കാണ്ട് നമ്മളെ കറുവത്തിയൊക്കെ അരിഞ്ഞ് വെച്ച് അച്ചാറും പൊടിയൊക്കെ ഇട്ട് പിന്നെ ഉപ്പ് ഇട്ടുകാണ്ട് തലേന്ന് തന്നെ മസാല ഇട്ട് പിടിച്ച് വെച്ചിനി കേട്ടോ. അച്ചാറൊക്കെ ഇടുമ്പോൾ തലേന്ന് തന്നെ അരിഞ്ഞ് വെച്ച് അച്ചാറും പൊടിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടുകാണ്ട് വെച്ചാൽ അതിന് ഉപ്പും മുളകും നല്ലോണം പൊടിച്ചു കേട്ടോ. അച്ചാറിടുമ്പോൾ നല്ല രസീക്കാരം. അപ്പോൾ ഓനുള്ള ചോറ് ഞാൻ അട്ടിപ്പാത്രത്തിലാക്കിയേക്കണേ. എന്നിട്ട് പിന്നെ കുറച്ച് ചാറും 2-3 അണ്ടം ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ ഓന് ചായയുടെയൊക്കെ കഴിഞ്ഞ് ഓന് ചോറൊക്കെ പാത്രത്തിലാക്കി ഓനെ പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പം ഇനി അച്ചാറിടണം. അപ്പം കുറച്ച് 2 കറുവത്തി ഉള്ളതിന് കേട്ടോ. പിന്നെ ഞാൻ എന്താ ടീം ഒരു ഇണ്ണിക്കാമ്പിൻ്റെ ഒരു പൊട്ടും കൂടി ഉണ്ടായിന്, 2 ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ട് അരിഞ്ഞുകാണ്ട് ഒരു അച്ചാറാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഇന്നാളെ അച്ചാറിട്ടിട്ട് മക്കൾക്ക് തേഞ്ഞില്ല കേട്ടോ. ഇനിയുണ്ടമ്മ അച്ചാറ് പറഞ്ഞുകൊണ്ട് അങ്ങനെ മക്കൾ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇടണം പറഞ്ഞു. അങ്ങനെ ഇനി ഒരു മടിയാണ് ഇടാൻ. അത് അരിഞ്ഞ് കുത്തിർക്കണ്ടേ, വല്ലാത്ത മടിയാണ്. അപ്പം ഇനി പിന്നെ അച്ചാറ് ചോദിച്ചിട്ടുണ്ടല്ലോ, ഇത് ഗതി എടുത്തണ്ടല്ലോ എഴുതിക്കാണ്ട് നമ്മൾ 2 കറുവത്തിയും പിന്നെ ഒരു എണ്ണിക്കാമ്പും ഒക്കെ ഇട്ട് അച്ചാറുണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുണ്ടായിട്ടോ നമ്മളെ കോഴിക്ക് ഉണ്ടായിരുന്നില്ല. അതിന് കുറച്ചാണ്ട് എടുത്തിക്കാണ്. ഉലുവയും കടുകും പൊട്ടിച്ച് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ എണ്ണിക്കാമ്പാണ് ഇട്ട് കൊടുത്തിക്കാണ് കേട്ടോ. ആ എണ്ണിക്കാമ്പ് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ കറുവത്തിട്ടാൽ മതി. കറുവത്തൊക്കെ വലിയ വേഗമൊന്നുമില്ലല്ലോ, എണ്ണിക്കാമ്പിന് കുറച്ച് വേഗമുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് എണ്ണിക്കാമ്പ് ഒന്ന് വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ആ കറുവത്തിയും കൂടി ഉണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ ആ കറുവത്തിൽ നിന്ന് വെള്ളമൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഉപ്പും മുളകൊക്കെ നല്ലോണം പൊടിച്ചിക്കണം കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ കറുവത്തച്ചാറ്. മക്കൾക്ക് നല്ല തൃപ്പതിയാണ്, ഭയങ്കര ഇഷ്ടമായിക്കണം. അപ്പോൾ പിന്നെ ഇനി അച്ചാറുണ്ടമ്മ എന്ന് ചോദിച്ചു. സ്കൂൾക്ക് പിന്നെ ഇവർക്ക് ഇത് കൊണ്ട് കൊടുത്തയച്ചാൽ മതി കേട്ടോ. പിന്നെ അപ്പം വേറെ കൂട്ടാനൊന്നും വേണ്ട അവർക്ക് സ്കൂൾ കൊണ്ടാകാൻ. ഈ അച്ചാറാണ് ഭയങ്കര തൃപ്പതിയാണ്. അവിടുത്തെ സ്കൂളത്തെ കുട്ടികൾക്കും ഭയങ്കര തൃപ്പതിയാണ്. അപ്പോൾ അങ്ങനെ അച്ചാറൊക്കെ ഇട്ടുക്കണം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് സുർക്കയൊക്കെ പാർന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ആ പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് സുർക്കയൊക്കെ പാർന്ന് ചുയറ്റി പാർന്നിക്കണം കേട്ടോ. അപ്പം നമ്മുടെ അച്ചാറും റെഡിയായി, ചോറും കൂട്ടാനും അതും റെഡിയാക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്, ഈ ചോറും കൂട്ടാനും ഈ അച്ചാറിടലും ഒക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുകണോ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ കുറച്ച് അച്ചാറും പൊടിൻ്റെ കുറവുണ്ടായി കേട്ടോ. കാരണം നമ്മൾ ആ എണ്ണിക്കാമ്പ് ഇട്ടപ്പോൾ അതിക്കില്ലേ സാമ്പാറും പൊടി തന്നെ വരുന്നുള്ളൂ മനസ്സിൽ, അച്ചാറും പൊടി ഇല്ലല്ലോ. അപ്പോൾ അതിനും വേണ്ടി ഇട്ടതാണ്. അപ്പോൾ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.